മോളെ, നീ അച്ഛനോട് എന്തെങ്കിലും ഒളിപ്പിക്കുന്നുണ്ടോ? നിന്നെ ഞാൻ കണ്ണടച്ച് വിശ്വസിക്കുന്നു. ഇനി ഒരിക്കൽ കൂടി നീ എന്നെ ചതിച്ചാൽ അത് ഞാൻ നിന്റെ അച്ഛനാണെന്നും നീ എൻ്റെ മകളാണെന്നുമുള്ള ബന്ധം ഇവിടെ വെച്ച് തീരും. കൃഷ്ണൻ ദുർഗയുടെ മുഖം കൈക്കുമ്പിളിലെടുത്തുകൊണ്ട് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടു പറഞ്ഞു. പിന്നെ ഒന്നും മിണ്ടാതെ മുറിക്ക് പുറത്തേക്ക് പോയി. ദുർഗ ഒരു ശില പോലെ അച്ഛൻ പോകുന്നതും നോക്കി നിന്നുപോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. കാശി, നിന്നെ ആരാണ് തട്ടിക്കൊണ്ടുപോയത്? ആരാണെന്നറിഞ്ഞ് നമുക്ക് അവനെ പോലീസിൽ ഏൽപ്പിക്കാലോ. മഹാദേവൻ കാശി തിരിച്ചു വന്നതിൻ്റെ ഞെട്ടിൽ മാറിയിട്ടില്ല. കാശിയെ രക്ഷിച്ചവൻ്റെ വിവരം കിട്ടണം. അതിനുവേണ്ടി അവനെ പിടിച്ചിരുത്തി ചോദിക്കുകയാണ് മഹാദേവനും ഗണേശനും. രൂപേഷ് ഒന്നും മിണ്ടാതെ ഇവരുടെ സംസാരം കേട്ട് അപ്പുറം നിൽക്കുന്നുണ്ട്. സുനന്ദയും ദേവികയും കാശിയുടെ ഇരു സൈഡിലും ഇരിക്കുന്നുണ്ട്. കാർത്തും ചേച്ചിമാരും അടുത്തു തന്നെയുണ്ട്. ചെറിയച്ഛ, എന്നെ ആരും തട്ടിക്കൊണ്ടുപോയിട്ടില്ല. എന്നെ ഹെൽപ്പ് ചെയ്തു എൻ്റെ ഫ്രണ്ട്. ഫ്രണ്ടോ? കാശി, ഏത് ഫ്രണ്ട്? മഹാദേവന് അറിയാൻ ആകാംക്ഷ കൂടുന്നുണ്ട്. കാശിയും അത് മനസ്സിലാക്കുന്നു. അവൻ പുഞ്ചിരിയോടെ ദുർഗയെക്കുറിച്ച് ചിന്തിച്ചു പോയി. ആ ഹോസ്പിറ്റലിൽ എന്നെ ചുറ്റും ശത്രുക്കളായിരുന്നു. ഞാൻ മുഴുഭ്രാന്തനായി കിടന്നപ്പോൾ എന്നെ ചികിത്സിച്ചോ പരിചരിച്ചോ ആത്മധൈര്യം തന്നു. അതേയോ കാശി, ഇത്രയും നല്ല ഫ്രണ്ടായിരുന്നോ? ഞങ്ങൾക്കൊന്ന് കാണണമായിരുന്നു അല്ലേ ചേച്ചി? നമ്മുടെ കുട്ടിയെ ഇത്രയൊക്കെ സഹായിച്ച അവരെ കുടുംബസമേതം കണ്ട് നന്ദി പറയാതിരുന്നാൽ മോശമല്ലേ? അല്ലേ ഏട്ടത്തി? മഹാദേവൻ നിഷ്കളങ്കതയോടെ എല്ലാവരെയും നോക്കിക്കൊണ്ട് പറയുകയാണ്. ഓ, അത് അവരുടെ പേര് പറയാൻ പറ്റില്ല ചെറിയച്ച. കാശി തൻ്റെ പെണ്ണിൻ്റെ ചിന്തയിലായിരുന്നു. ഒരു നിമിഷം അവൻ ചിന്തയിൽ നിന്ന് ഉണർന്നുകൊണ്ട് പറഞ്ഞു. കാശിയുടെ മറുപടി കേട്ടതും മഹാദേവനും ഗണേശനും ഒന്ന് ഇരുന്നുപോയി. രൂപേഷ് പല്ലും ഞെരിച്ച് അമർത്തി നിൽക്കുന്നുണ്ട്. അതൊക്കെ എന്തെങ്കിലും ആകട്ടെ, ഏതായാലും ഞാൻ വന്നല്ലോ ചെറിയച്ച. ഇനി ഈ വീട്ടിലുള്ള എല്ലാ പ്രോബ്ലവും എൻ്റേതാണ്. അതിനുള്ള സൊല്യൂഷനും എൻ്റെ കയ്യിലുണ്ട്. കാശി അങ്ങോട്ടോ നോട്ടം ഇട്ടുകൊണ്ട് പറയുകയാണ്. ഒരു നിമിഷം മഹാദേവൻ്റെ ചുണ്ടിലും പുഞ്ചിരി മാഞ്ഞുപോയി. രൂപേഷ് ഗണേഷിൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി. ദിവസങ്ങൾ 2-3 കഴിഞ്ഞു. ഇത്രയും ദിവസം കാശി ബിസിനസ് കാര്യങ്ങളിൽ ബിസിയായിരുന്നു. മഹാദേവന് ഗോവിന്ദനെ സംശയമുണ്ട്. കാശിയെ കാണാതായ അന്നു മുതൽ ഗോവിന്ദനെയും വീട്ടിൽ കണ്ടിട്ടില്ല എന്ന കാര്യം അയാളും ഓർത്തു. തൻ്റെ സംശയം തീർക്കാനായി ഗോവിന്ദനെ വിളിച്ച് ചോദിച്ചറിയുകയും ചെയ്തിരുന്നു. പക്ഷേ ഗോവിന്ദൻ സുനന്ദയിൽ നിന്നും ലീവ് വാങ്ങി നാട്ടിൽ പോയതായിട്ടാണ് അയാളോട് പറഞ്ഞത്. നാട്ടിൽ പോയി ഇവർ അന്വേഷിച്ചാലും ആ രീതിയിലുള്ള വിവരം ലഭിക്കാനുള്ള കാര്യവും അവൻ ചെയ്തു വച്ചിരുന്നു. വേലക്കാർ മുഖേന സത്യം അറിയാനുള്ള മഹാദേവൻ്റെ ശ്രമവും പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, ഡോക്ടർ നാസർ മുഖേനയാണ് കാശി സുഖം പ്രാപിച്ചത് എന്ന് വരുത്തി തീർക്കുകയും ചെയ്തു. തൻ്റെ ബാക്കിൽ നിന്നിരുന്ന ഡ്രൈവർ ശശിയെ കാണാത്ത രീതിയിൽ ഗോവിന്ദൻ സംസാരിച്ചു ഡോക്ടർ നാസറിനോട്. എന്നാൽ മറുതലക്കിൽ കാശിയായിരുന്നു എന്നതാണ് സത്യം. ഡ്രൈവർ ശശി കിട്ടിയ കച്ചിത്തുരുമ്പുമായി മഹാദേവൻ്റെ അടുത്തേക്ക് പോയി. കാശിയുടെ പൊട്ടിച്ചിരി ആ ഫോണിലൂടെ മുഴങ്ങിക്കേട്ടു. മോളെ, മയക്കത്തിലായിരുന്നു ദുർഗയുടെ അടുത്തേക്ക് നിർമ്മല ഫോണുമായി വന്നതാണ്. എന്തേ ചെറിയമ്മ, നിന്റെ ഫോൺ എന്തിയേ? കാശിയാണ്, അവൻ നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന്. നീ ഒന്ന് തിരിച്ചു വിളിക്കൂ. അവർ മെല്ലെ പറഞ്ഞുകൊണ്ട് അവളുടെ റൂമിൻ്റെ ഡോർ അടച്ച് പുറത്തേക്ക് ഇറങ്ങി. ദുർഗ കാശിയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തുകൊണ്ട് ബെഡിലേക്ക് ചാരിയിരുന്നു. ഒറ്റ റിങ്ങിൽ തന്നെ അവൻ കോൾ എടുക്കുകയും ചെയ്തു. ഹലോ കാശി. അവളുടെ ഉറക്കച്ചടവയോടെയുള്ള ശബ്ദം കേട്ടതും അവൻ്റെ മുഖത്തൊരു പുഞ്ചിരി നിറഞ്ഞു നിന്നു. ഈ ഭ്രാന്തനെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ? ഫോൺ എടുത്തതും കാശി അതാണ് ചോദിച്ചത്. അവൻ ചോദിച്ചത് എന്താണെന്ന് വ്യക്തമാക്കുകയായിരുന്നു മനസ്സിൽ. ഒന്നും മിണ്ടാതെ ഫോൺ ചെവിയോടടുപ്പിച്ച് അങ്ങനെ ഇരുന്നു. ദുർഗേ, അവൻ അവളെ നീട്ടി വിളിച്ചു. കാശി, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അത് ഇത്ര പെട്ടെന്ന് സാധിക്കുമോ? അച്ഛൻ നീ ജീവിച്ചിരിക്കുന്നുണ്ടെന്നറിഞ്ഞാൽ പിന്നെ. അവൾ ഒന്ന് നിർത്തി. മോളെ, നമ്മുടെ കുടുംബങ്ങൾ തമ്മിലുള്ള ശത്രുത അത് അവസാനിപ്പിക്കാനായിട്ടാണ് ഞാൻ വരുന്നുണ്ട് നിന്റെ തറവാട്ടിലേക്ക്. കൂടെ നിന്നെ പെണ്ണ് ചോദിക്കാനും. അയ്യോ കാശി, ചിന്തിക്കാതെ എടുത്തു ചാടി ഒന്നും ചെയ്യല്ലേ പ്ലീസ്. കാശി, ഈ ഭ്രാന്തനെ കല്യാണം കഴിക്കാൻ സമ്മതമാണോ? ദുർഗെ, യെസ് ഓർ നോ, അതുമാത്രം പറയൂ. ബാക്കിയൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്യാം. നോക്ക് കാശി, ഞാൻ യെസ് ഓർ നോ അത് പറയൂ. അവളെ പറഞ്ഞ് മുഴുവനാക്കാൻ സമ്മതിക്കാതെ കാശി ഇത് മാത്രം ചോദിക്കുകയാണ്. ദുർഗയ്ക്ക് ഉത്തരമില്ല. അവളുടെ ചെവിയിൽ അച്ഛൻ്റെ ഭീഷണി മുഴങ്ങുന്നുണ്ട്. ദുർഗെ, യെസ് ഓർ നോ. അവൻ്റെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം വീണ്ടും അവളുടെ ചെവിയിലെത്തി. എന്തു പറയണമെന്നറിയാതെ അവൾ ഉലയുകയാണ്. കാശിയെ പിരിഞ്ഞിരിക്കാൻ കഴിയാതെ ആയിട്ടുണ്ട്. അവൻ്റെ മനോഹരമായ ചിരിയും അവർ ഒന്നിച്ചു കൂടിയ നിമിഷവും അവളുടെ കണ്ണിലൂടെ മിന്നിമാഞ്ഞു.
അറിയാതെ അവളുടെ വായിൽ നിന്ന് യെസ് എന്ന വാക്ക് പുറത്തേക്ക് വന്നു. ആ സമയം അവളുടെ മനസ്സിൽ അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവനോടുള്ള അടങ്ങാത്ത പ്രണയം മാത്രം. കാശി ഒരക്ഷരം മിണ്ടാതെ പുഞ്ചിരിയോടെ ഫോൺ കട്ട് ചെയ്തു. ഇരുവരും അവരുടെ ലോകത്തായിരുന്നു. അവർ ഇരുവരും മാത്രമുള്ള ലോകത്ത്. ഡ്രൈവർ ശശി താൻ കേട്ട കാര്യം മഹാദേവനെ അറിയിച്ചതാണ്. അച്ഛാ, കാശി എല്ലാം അറിഞ്ഞിട്ടുള്ള വരവാണ്. ആ ഡോക്ടർ നമ്മുടെ എല്ലാ രഹസ്യവും അവനെ അറിയിച്ചിട്ടുണ്ടാകും. കൊല്ലണം അവനെ. ആ ഡോക്ടർ നാസറിൻ്റെ കഥ കഴിക്കണം അച്ഛാ. അവൻ ഇനി ഈ ഭൂമിയിൽ ഉണ്ടാവരുത്. ഗണേഷ് വലിഞ്ഞു മുറങ്ങിയ മുഖത്തോടെ പറയുകയാണ്. ലക്ഷങ്ങൾ എണ്ണി വാങ്ങി മറുകണ്ഠം ചാടിയ അവനെ തീർക്കാൻ എനിക്കറിയാം. മഹാദേവൻ മീശ പിരിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞ് കുഷ്യനിലേക്ക് ചാരിയിരുന്നു. ശശി, ഞാൻ കൂടുതൽ പറയണ്ടല്ലോ, വേണ്ടത് ചെയ്യൂ. ഈ സമയമാണ് ഡോറിൽ മുട്ടിക്കൊണ്ട് ഒരു ജോലിക്കാരൻ അകത്തേക്ക് വരുന്നത്. സാർ, കാശി സാർ എല്ലാവരെയും ഹാളിലേക്ക് വിളിക്കുന്നുണ്ട്. മഹാദേവൻ അമർത്തിയൊന്ന് മൂളി. ഇനി എന്ത് അടിയന്തരമാണോ ആവോ. ഗണേശൻ പിറുപിറുത്തുകൊണ്ട് ഹാളിലേക്ക് നടന്നു, കൂടെ മഹാദേവനും. ഇവർ ഹാളിലേക്ക് വന്നപ്പോൾ കാശിക്ക് ചുറ്റും കുടുംബാംഗങ്ങൾ എല്ലാവരും നിരന്നു നിന്നിരുന്നു. മഹാദേവനും ഗണേശനും ഒഴിഞ്ഞു കിടന്നിരുന്ന ചെയറിലേക്കിരുന്നു. കാശി ഒരുങ്ങിയിറങ്ങിയിട്ടുണ്ട്. പേസ്റ്റൽ ഗ്രീൻ ഷർട്ടും ബ്ലാക്ക് പാൻറ്റുമാണ് വേഷം. മുഖം പതിവിലും തെളിച്ചമുണ്ട്. ഇനി പറയൂ, നമ്മൾ എവിടേക്കാ പോകുന്നത് കാശി? ഇതാ ദേവനും വന്നല്ലോ. ദേവികയാണ്. എവിടെ പോകുന്നു എന്ന് പറയുന്നതിന് മുൻപ് ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ് എല്ലാവരോടും. ഇത്രയും കാലം കൊണ്ടു നടന്ന ശത്രുത അത് ഇന്ന് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തിനെന്ന കാര്യം നിങ്ങളെ ഞാൻ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അവൻ്റെ സംസാരം തികച്ചും ഗൗരവത്തിലാണ്. കേട്ടവരെല്ലാം ഒന്നും വ്യക്തമാവാതെ മുഖത്തോട്ട് മുഖം നോക്കുന്നുണ്ട്. രൂപേഷിന് അവൻ്റെ ഷോ കാണാൻ ആഗ്രഹമില്ലാത്ത പോലെ പോകാൻ നിന്നതും മഹാദേവൻ അവൻ്റെ കയ്യിൽ പിടുത്തമിട്ടു. ഞാനും എൻ്റെ ഫാമിലിയും കൂടി വടക്കേടത്ത് തറവാട്ടിലേക്ക് പോകുകയാണ്. ഇന്ന് അവരുമായുള്ള ശത്രുത തീർക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പച്ചിക്കും മക്കൾക്കും വരാൻ താല്പര്യമുണ്ടെങ്കിൽ വരാം. കാശിയുടെ ഓരോ വാക്കും മുന്നിൽ നിൽക്കുന്ന മഹാദേവനെയും മക്കളെയും നോക്കിയായിരുന്നു. എല്ലാവരുടെയും മുഖത്ത് അന്താളിപ്പ് നിറഞ്ഞു നിന്നിരുന്നു. മഹാദേവൻ്റെയും മക്കളുടെയും മുഖം ദേഷ്യം കൊണ്ട് വ്യത്യസ്ത ഭാവങ്ങൾ തെളിഞ്ഞു വരുന്നുണ്ട്. കാശി, അത് അപ്പച്ചി പ്ലീസ്, ഈ വിഷയത്തിൽ ഒരു വാക്ക് തർക്കം ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ കൈകൾ അവർക്ക് നേരെ ഉയർത്തി തടഞ്ഞുകൊണ്ട് പറഞ്ഞു. ഞങ്ങൾ പോകുന്നു അവരെ കാണാൻ, അവരോട് മാപ്പ് ചോദിക്കാൻ. ആർക്ക് വേണമെങ്കിലും എൻ്റെ കൂടെ വരാം. അത് എനിക്ക് വരാൻ താല്പര്യമുണ്ട് കാശി, പക്ഷേ മുട്ടിനൊരു വേദന. നിങ്ങൾ പോയി വാ. വടക്കേടത്താണെന്ന് അറിഞ്ഞതും ദേവിക വേഗം ഒഴിഞ്ഞുമാറി. കാശിയുടെ ചുണ്ടിൽ ഒരു പുച്ഛച്ചിരി മിന്നിമാഞ്ഞു. എന്തേ അപ്പച്ചി, നല്ല ആവേശത്തിലായിരുന്നല്ലോ ഈ യാത്രയ്ക്ക്. പിന്നെ അതൊന്നുമില്ല മോനെ, അപ്പച്ചിക്ക് ഇപ്പോൾ ഒരു വയ്യായിക, അത്രയേ ഉള്ളൂ. അവർ അവൻ്റെ സംസാരം മുഴുവനാക്കാൻ സമ്മതിക്കാതെ വേഗം പറഞ്ഞു. അനിയനാണെങ്കിലും ഇപ്പോൾ മക്കളുടെ ഭർത്തൃ കുടുംബമാണ് മഹാദേവൻ്റേത്. അവനുമായൊരു അനിഷ്ടമുണ്ടാക്കാൻ ദേവിക ആഗ്രഹിച്ചില്ല. കാശിയുടെ നോട്ടം ചുറ്റും നിൽക്കുന്ന സഹോദരിമാരുടെ മുഖത്തേക്കായി. ഞങ്ങളുമുണ്ട് ഏട്ടാ. അവർ മൂവരും അവൻ്റെ പിറകെ ഇറങ്ങി, കൂടെ സുനന്ദയും. വടക്കേടത്ത് വീട്ടിലെല്ലാവരും ഒന്നിച്ചിരിക്കുകയാണ്. ഈ സമയമാണ് സുനന്ദയുടെ ഫോൺ കൃഷ്ണന് വരുന്നത്. ഹലോ, ഞാൻ മിസ്സിസ് സദാശിവൻ, വെള്ളിയാർനിലത്തെ. മറുതലക്കിൽ നിന്നുള്ള പരിചയപ്പെടുത്തൽ കേട്ടതും കൃഷ്ണൻ പുച്ഛച്ചിരിയോടെ അച്ഛൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. ഓ, എന്താ മേഡം? അത് ഞങ്ങൾ നിങ്ങളുടെ തറവാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് വന്നോട്ടെ. ഓ, അതിനെന്താ? അയാൾ അത്രമാത്രം പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു. അച്ഛാ, ആ കാശിയുടെ തിരോധാനം നമ്മൾ ആഗ്രഹിച്ച പോലെ നമ്മുടെ കാൽക്കൽ വരുന്നുണ്ട്. നമ്മുടെ ശത്രു കുടുംബം വെള്ളിയാർനിലത്തെ മിസ്സിസ് സദാശിവൻ വരുന്നുണ്ട് എന്ന് ഇവിടേക്ക്. കൃഷ്ണൻ്റെ സംസാരം കേട്ടതും കൗസല്യ ഒന്ന് നിവർന്നിരുന്നു. ഓ, മകൻ്റെ അസ്ഥിയെങ്കിലും കിട്ടാൻ വേണ്ടിയാകും അന്ത്യകർമ്മം ചെയ്യാൻ. എൻ്റെ കൊച്ചുമോളുടെ സഹായം അതൊന്നുകൊണ്ട് മാത്രമാണ് കൃഷ്ണ. മുത്തച്ഛൻ ജഗന്നാഥൻ ചെറുമകളെ ചേർത്തു പിടിച്ചു. അതെ അച്ഛാ, ഇന്ന് എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ഞാൻ അഭിമാനം കൊള്ളുന്നു. കൃഷ്ണൻ വളരെ അഭിമാനത്തോടെ ദുർഗയുടെ തല തഴുകിക്കൊണ്ട് പറഞ്ഞു. ദുർഗ അപ്പുറമിരിക്കുന്ന തൻ്റെ അമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കി. അവർ ആകെ വല്ലാത്ത അവസ്ഥയിലാണ്. ഇനി നടക്കാൻ പോകുന്ന കാര്യം അതൊക്കെ ഓർത്തിട്ട് അവർക്ക് കയ്യും കാലും വിറക്കുന്ന പോലെ തോന്നി. ദുർഗ ഒരു ശില പോലെ ഇരിക്കുകയാണ്. ഏത് നിമിഷവും അച്ഛനും താനും തമ്മിലുള്ള ബന്ധം അത് മുറിക്കുമെന്ന ഭയം അവളെ വല്ലാതെ വേട്ടയാടുന്നുണ്ടായിരുന്നു. ജനലിലൂടെ പുറത്തേക്ക് വെള്ളിയാർനിലത്തുള്ളവരെ കാത്തുനിന്ന കൃഷ്ണൻ ഗേറ്റ് കടന്നു വരുന്ന രണ്ട് ആഡംബരക്കാർ കണ്ടതും അതിൽ നിന്നും ഇറങ്ങുന്നവരെ നോക്കി നിന്നു.
എന്നാൽ മുന്നിലെ കാറിൻ്റെ കോ ഡ്രൈവർ സീറ്റിൽ നിന്നും ഇറങ്ങുന്ന കാശിനാഥിനെ കണ്ടതും അയാൾ ഞെട്ടിത്തരിച്ചുപോയി. പുറത്തുനിന്നുള്ള വണ്ടികളുടെ ഓൺ കേട്ടതും ദുർഗ ബെഡിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റു. അവളുടെ ശരീരം മുഴുവൻ വിറക്കുന്നത് പോലെ. ചുരിദാറിൻ്റെ ഷോൾ കൊണ്ട് അവൾ മുഖം തുടച്ച് ഡോറിൻ്റെ അടുത്തേക്ക് നടന്നു. ഏത് നിമിഷവും ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് അവൾ ഭയപ്പെടുന്നു. രേണു, നിന്റെ മോൾ എന്നെ വീണ്ടും ചതിച്ചല്ലോ. അച്ഛൻ്റെ അഭിമാനത്തേക്കാൾ അവൾ ശത്രുവിൻ്റെ ജീവൻ പ്രാധാന്യം നൽകിയോ? അയാളുടെ കണ്ണുകളിൽ നിന്നും തീ പാറുന്നത് പോലെ തോന്നി രേണുകക്ക്. അവൾ എന്നെ വീണ്ടും ചതിച്ചു രേണുക, വീണ്ടും അവൾ ചതിച്ചു. ജനലിലെ കമ്പിയിൽ മുറുകെ പിടിച്ചയാൾ അട്ടഹസിച്ചു. കാശി, ആരെയും കാണുന്നില്ലല്ലോ, വാ കയറി നോക്കാം. സുനന്ദ സിറ്റ് ഔട്ടിലേക്ക് കടക്കാൻ നിന്നതും കാശി അവരുടെ കൈ പിടിച്ചു നിർത്തി. അമ്മ, ദുർഗ അവളെ എനിക്ക് വേണം. എൻ്റെ പെണ്ണായി അവളെ വേണം. അതിനു കൂടിയാണ് നമ്മുടെ ഈ വരവ്. മോനെ, അത് അവർ സമ്മതിക്കുമോ? അറിയില്ല അമ്മ. ശത്രുത തീർത്ത് അവരുടെ ഭൂമി തിരിച്ചു കൊടുക്കണം. എൻ്റെ പെണ്ണിലും വലുത് എനിക്ക് ഒന്നുമില്ല. ദുർഗമോളോടൊന്ന് ചോദിക്കണ്ടേ? ആ കുട്ടിയുടെ മനസ്സറിയാതെ ഇപ്പോൾ എങ്ങനെയാണ് മോനെ? സുനന്ദ ആശങ്കയോടെ ചോദിച്ചുപോയി. ഞാൻ സമ്മതം വാങ്ങിച്ചിട്ടുണ്ടമ്മ. അവൾക്ക് എന്നെ കല്യാണം കഴിക്കുന്നതിൽ എതിർപ്പൊന്നുമില്ല. പക്ഷേ ഇന്നത്തെ ഈ വരവ് അത് അവൾക്കറിയില്ല. എന്നാൽ ഈ സമയം ദുർഗ അവളുടെ റൂമിൽ നിലത്ത് കാൽമുട്ടുകളിൽ മുഖം പൂഴ്ത്തി ഇരിക്കുകയാണ്. അകത്തേക്ക് കയറി വരുന്ന സുനന്ദയെ കണ്ടതും നിർമ്മല ഓടിച്ചെന്ന് അവരെ കെട്ടിപ്പിടിച്ചു. ബാക്കിലായി കയറി വരുന്ന കാശിയെ കണ്ടതും കൗസല്യയുടെ കണ്ണുകൾ തള്ളി. ജഗന്നാഥൻ ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റുപോയി. വരൂ വരൂ, ഇവിടെ ഇരിക്കാം. നിർമ്മല എല്ലാവരെയും ലിവിംഗ് റൂമിലേക്ക് ക്ഷണിച്ചിരുത്തി. കാശി കയ്യിലെ ഫയൽ ജഗന്നാഥൻ്റെ നേർക്ക് നീട്ടി. അയാൾ ഒരക്ഷരം മിണ്ടാതെ കുഷ്യനിലേക്കിരുന്നു. വടക്കേടത്തെ മുത്തശ്ശൻ ഈ ഡോക്യുമെൻ്റ് സ്വീകരിക്കണം. മുത്തശ്ശനും അച്ഛനുമായി പിടിച്ചെടുത്ത നിങ്ങളുടെ 40 ഏക്കർ ഭൂമിയുടെ ഡോക്യുമെൻ്റാണിത്. ഇത് തിരിച്ചേൽപ്പിക്കാനാണ് ഞങ്ങൾ വന്നത്. കാശി ജഗന്നാഥൻ്റെ അടുത്തേക്കിരുന്നു. അയാളുടെ കൈകൾ പിടിച്ചുകൊണ്ട് പറയുകയാണ്. ഓ, എന്തിനാണ് ഇതുമായി വന്നത്? ഞങ്ങൾക്ക് വേണ്ട ഈ ഭിക്ഷ. ശത്രുത അത് വർഷങ്ങളായി ഉള്ളതാണ്. അത് അത്ര പെട്ടെന്ന് തീർക്കാൻ വടക്കേടത്തുകാർ തീരുമാനിച്ചിട്ടില്ല. കൗസല്യ കോപം കൊണ്ട് കത്തിക്കയറുകയാണ്. ക്ഷമിക്കണം ആൻറ്റി, ഞങ്ങൾ നല്ല മനസ്സോടെ ഇത് തിരിച്ചേൽപ്പിക്കാൻ വന്നതാണ്. എൻ്റെ കാരണവന്മാർ ചെയ്ത എല്ലാ തെറ്റിനും ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. കാശി കൈകൾ കൂപ്പി എഴുന്നേറ്റ് നിന്നു. ഏയ്, അധികം നിന്ന് തിരിയാതെ പോകാൻ നോക്കൂ. കുടുംബസമേതം കെട്ടിയെടുത്തത് ഇതിനാണെങ്കിൽ ഇവിടെ ഇനി ഇരിക്കണമെന്നില്ല. അതാണ് പുറത്തേക്കുള്ള വഴി. കൗസല്യ ചീറിക്കൊണ്ട് പറയുകയാണ്. ചേച്ചി, വീട്ടിൽ വന്നവരോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? അച്ഛനല്ലേ തലമൂത്തത്? അച്ഛൻ സംസാരിക്കട്ടെ. ചേച്ചി ഇവിടെ ഇരിക്കൂ. കാർത്തിക കൗസല്യയെ പിടിച്ച് തനിക്കരികിലേക്കിരുത്തി. വീണ്ടും എന്തോ പറയാൻ തുനിഞ്ഞവരെ കാർത്തിക ഒരു നോട്ടം കൊണ്ട് തടഞ്ഞു. വടക്കേടത്തെ മുത്തശ്ശൻ ഈ ഡോക്യുമെൻ്റ് വാങ്ങണം. കഴിഞ്ഞു പോയതെല്ലാം മറക്കണം. നമ്മുടെ ഈ ഇരു കുടുംബവും ഒന്നിച്ചു ചേരണം. അതിനാണ് ഞങ്ങൾ വന്നത്. മാപ്പ് തരണം പ്ലീസ്. കാശി ജഗന്നാഥൻ്റെ നേർക്ക് കൈ കൂപ്പിക്കൊണ്ട് പറയുകയാണ്. എൻ്റെ മോൻ്റെ അഭ്യർത്ഥന സ്വീകരിക്കണം. നമ്മുടെ കുടുംബം വീണ്ടും ഒന്നിച്ചു കാണാൻ ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളൊക്കെ ജീവിതം കണ്ടവരല്ലേ. ഇനിയുള്ള തലമുറ അവർക്കിഷ്ടപ്പെട്ടവരുടെ കൂടെ ജീവിക്കട്ടെ. അതിന് വടക്കേടത്തെ അച്ഛൻ്റെ അനുവാദവും അനുഗ്രഹവും വേണം. എൻ്റെ മോൻ കാശിക്ക് ദുർഗയെ തരണം. അതുകൂടി ചോദിക്കാനാണ് ഞങ്ങൾ ഇന്ന് വന്നത്. എന്താ നിങ്ങൾ പറഞ്ഞത്? മനസ്സിലായില്ല. ഇത്രയും നേരം മൗനത്തിലായ ജഗന്നാഥൻ നെറ്റി ചുളിച്ച് സുനന്ദയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. കൗസല്യയും കേട്ടത് വിശ്വസിക്കാനാവാതെ അവരുടെ സംസാരം ശ്രദ്ധിച്ച് ഇരിക്കുകയാണ്. എന്നാൽ കാർത്തികിൻ്റെ നോട്ടം പോയത് തൻ്റെ ഭാര്യ നിർമ്മലയുടെ മുഖത്തേക്കാണ്. അവളുടെ നിറഞ്ഞ പുഞ്ചിരി കണ്ടതും കാർത്തികിൻ്റെ ചുണ്ടിലും അത് നിറഞ്ഞു നിന്നു. നോക്കച്ചാ, ഇവരെ ശത്രുതയായി തീർക്കാനാണെന്നും പറഞ്ഞ് പുറപ്പെട്ടത് പുതിയ ബന്ധം ഉണ്ടാക്കാനായിട്ടാണ്. ആഹാ, അവളെവിടെ? അവളും ഉണ്ടാകും ഇതിൻ്റെ പിന്നിൽ. ഞാൻ വിളിച്ചിട്ട് വരാം. കൗസല്യ ചാടിത്തുള്ളി അകത്തേക്ക് നടന്നു. കാശിക്കും വല്ലാതെ ആയിപ്പോയി. ഭൂമിയുടെ എല്ലാ പ്രശ്നവും തീർത്ത് ശത്രുതയും തീർത്താൽ എളുപ്പമാകുമെന്ന് കരുതിയ കാര്യം കൂടുതൽ പ്രശ്നത്തിലേക്കാണ് പോകുന്നത് എന്ന് തോന്നി അവനും. വന്നവരെല്ലാം പരസ്പരം അന്താളിപ്പോടെ നോക്കിപ്പോയി.